ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് 28 നവംബർ. സോ ഇന്നത്തെ നിഫ്റ്റിയുടെ ട്രേഡിംഗ് ലെവൽസ് ഞാൻ ചെയ്യുന്നത് സപ്പോർട്ട് ലെവലിൽ കാണുന്ന ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഈസ് സീൻ അറ്റ് 26,100 26,150 ലെവലിൽ അങ്ങനെ ഞാൻ അതിൻ്റെ സപ്പോർട്ട് കാണുന്നത്, ഫസ്റ്റ് സപ്പോർട്ട്. അത് കഴിഞ്ഞാൽ എൻ്റെ മേജർ സപ്പോർട്ട് വരുന്നത് 26,000 25,900 രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആസ് ലോങ് ആസ് നിഫ്റ്റി ഈസ് ഗോയിങ് ടു സ്റ്റേ എബവ് 26,000 മാർക്കിൽ 26,000 എബവ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനി ഡിപ്പ് ലൈക്ലി ടു ബോട്ട് എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ ഞാൻ റെസിസ്റ്റൻസ് നിഫ്റ്റിൻ്റെ ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് ഞാനത് റെസിസ്റ്റൻസ് പറയാം. അതിൻ്റെ റെസിസ്റ്റൻസ് ഞാൻ ട്രേഡ് ചെയ്യുന്ന 26,300 26,400 ലെവലിൽ. ദിസ് ഈസ് മൈ വ്യൂ, ദിസ് ഈസ് മൈ ട്രേഡിംഗ് വ്യൂ. So, Nifty, if it is going to sustain above this 26,400, it will go up to 26,500. പിന്നെ 26,500 പൊട്ടൻഷ്യലി ഹയർ ലെവൽസിൽ പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ ദ ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ ഞാൻ കാണുന്നത് ദാറ്റ് മീൻസ് 26,100. പിന്നെ റെസിസ്റ്റൻസ് കാണുന്നത് 26,300 26,400 ലെവലാണ്. പിന്നെ ഇനി ഓപ്ഷൻ ഡാറ്റ നോക്കുകയെന്ന് വെച്ചാൽ ഡിസംബർ 2 തീയതിയുള്ള എക്സ്പയറി ഡേറ്റിൽ ഓപ്ഷൻ ഡാറ്റ നോക്കുകയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഷോർട്ട് റേഞ്ച് ഞാൻ കാണുന്നത് 25,700 26,600. സോറി, ഐ മീൻ ദാറ്റ് ലോങ് റേഞ്ച് 25,700, ഒരു 1000 പോയിന്റിൻ്റെ ഡിഫറൻസ്. പക്ഷേ ഇമ്മീഡിയറ്റ് റേഞ്ച് ഇന്ന് ഞാൻ കാണുന്നത് 26,000 26,400 ആ റേഞ്ചിലാണ് ഞാൻ കാണുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു വെച്ചാൽ പുട്ട് കോൾ റേഷ്യോ നോക്കുകയെന്ന് വെച്ചാൽ പുട്ട് കോൾ റേഷ്യോ ഡിസംബർ 30 എക്സ്പയർ എടുക്കുകയെന്ന് വെച്ചാൽ 1.23 കാണുന്നത്, വിച്ച് ഇസ് അതൊരു ബുള്ളിഷ് സൈനായിട്ട് എനിക്ക് തോന്നുന്നത്. സോ ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനി ഡിപ്പ് ബൈ ഓൺ ഡിപ്പാണ് ഞാൻ കാണുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിഫ്റ്റി 26,300 26,400 ലെവലിൽ വരുമ്പോൾ ഒരു സ്ട്രോങ് പ്രോഫിറ്റ് ബുക്കിംഗ് സോണായിട്ട് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഔട്ട് സോണിലേക്ക് പോകും. അത് രണ്ടിലാണ് ഞാൻ കാണുന്നത്. സോ യു ഹാവ് ടു ബുക്ക് ദ പ്രോഫിറ്റ്. 26,300 26,400 ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. എന്നിട്ട് നിഫ്റ്റി അതിൻ്റെ മുകളിൽ പോകുന്നുണ്ടെങ്കിൽ ഐ വിൽ ലുക്ക് ഔട്ട് ബ്രേക്ക് ഔട്ട് ട്രേഡിങ് ചെയ്യും ഞാൻ 26,400 എബവ്. പക്ഷേ 26,500 400 കഴിഞ്ഞാൽ 26,500 എബവ് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ദിസ് ഈസ് ദാറ്റ് നിഫ്റ്റി ട്രേഡിങ് ഞാൻ കാണുന്നത്. പിന്നെ റേഞ്ച് ബൗണ്ട് വോളറ്റിലിറ്റി പറയാന്ന് വെച്ചാൽ 26,100 26,300 ഡ്യൂറിങ് ദ ഡേയിൽ കാണുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട്. പിന്നെ ഗ്ലോബൽ ക്ലോസ് പറയുന്നത് US മാർക്കറ്റിന് ക്ലോസ്ഡ് ആണ്. ഡൊമസ്റ്റിക് കാണുന്നത് ഇന്ത്യൻ്റെ GDP Q2 GDP ഡാറ്റ വരാമത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് മൈ ചാനൽ. ദിസ് ഇസ് മൈ നിഫ്റ്റി വ്യൂ ടുഡേ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഹാവ് എ നൈസ് ഡേ.